ഹലോ ഗായ്സ്, എന്നൊക്കെയുണ്ട് വിശേഷം? അപ്പം നമുക്കിന്നൊരു ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? അപ്പം എൻ്റെ ഫേവററ്റാണ്, അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിനാവശ്യമായിട്ട് ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഇതും മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തീയൊന്നും കത്തിക്കണ്ട. അപ്പം നമ്മളല്ലാതെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ കുക്കറിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായി അത് വേവാൻ വേണ്ടുന്ന ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് കുക്കർ അടച്ച് ഗ്യാസിൽ വെച്ച് ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി. ഒറ്റ വിസിലടുപ്പിക്കുക, അല്ലെങ്കിൽ കലങ്ങിപ്പോവും. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിനുള്ള കടുക്, ചതച്ച നമ്മുടെ വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നന്നായിട്ടത് സോട്ട് ചെയ്യുക. അതിന് ശേഷം കറിവേപ്പില ഇടണം. ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഈ സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് സോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്ത് ഒന്നാക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് മെയിനൊരു സാധനമാണ് ചതച്ച മുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മുളക് പൊടി കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചതച്ച മുളക് കുറച്ചിട്ടാൽ മതി കേട്ടോ. അതിന് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആക്കിയാണ് വേണ്ടതെങ്കിൽ ഇച്ചിരി കൂടെ നേരം നന്നായിട്ട് ഇളക്കിയാൽ മതി. എനിക്ക് ഒത്തിരി ഡ്രൈ ആയിട്ട് വേണ്ട, ഇച്ചിരി ഒരു ഇതായിട്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നന്നായിട്ട് അത് സോട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ രുചികരമായ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറാവും. ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്, എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവററ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്